കൗമാരക്കാർക്കിടയിൽ കൊറിയൻ സംസ്കാരത്തോടുള്ള ഭ്രമം ഒരു നിശബ്ദ കൊലയാളിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഉത്തർപ്രദേശിലെ ഗാസിയാബാദിൽ നിന്നുള്ള വാർത്തകൾ. ലോകം മുഴുവൻ കൈപ്പിടിയിലൊതുക്കാൻ സഹായിക്കുന്ന സാങ്കേതികവിദ്യ കൊറിയൻ സംസ്കാരത്തോടുള്ള അമിത ഭ്രമത്തിലേക്കും ഒടുവിൽ മരണത്തിലേക്കും കുട്ടികളെ നയിച്ചത് രാജ്യത്തെ ഞെട്ടിച്ചിരിക്കുകയാണ്. ഗാസിയാബാദിലെ പെൺകുട്ടികളെ ആത്മഹത്യയിലേക്ക് നയിച്ചതിന് പിന്നിലെ കാരണങ്ങളാണ് ഇന്നത്തെ ജനറൽ ഡയറി പരിശോധിക്കുന്നത്. സ്വാഗതം. 2026 ജനുവരി ആദ്യവാരമാണ് ഗാസിയാബാദിലെ ഭാരത് സിറ്റി സൊസൈറ്റിയെ നടുക്കിയ ആ സംഭവം നടന്നത്. 12, 14, 16 വയസ്സുള്ള 3 സഹോദരിമാർ തങ്ങളുടെ 9ാം നിലയിലെ അപ്പാർട്ട്മെന്റിൽ നിന്ന് താഴേക്ക് ചാടി ആത്മഹത്യ ചെയ്തു. പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ ഈ മരണങ്ങൾക്ക് പിന്നിൽ കൊറിയൻ സംസ്കാരത്തോടുള്ള അമിതമായ അഭിനിവേശമാണെന്ന് വ്യക്തമായി. ഈ കുട്ടികൾക്ക് പുറം ലോകവുമായി യാതൊരു ബന്ധവുമില്ലായിരുന്നു. അവർ തങ്ങളുടെ യഥാർത്ഥ പേരുകൾ ഉപേക്ഷിച്ച് അലീസ, സിൻഡി, മരിയ തുടങ്ങിയ കൊറിയൻ പേരുകളായിരുന്നു സ്വീകരിച്ചത്. തങ്ങൾ ഇന്ത്യക്കാരല്ലെന്നും ദക്ഷിണ കൊറിയയിലെ രാജകുമാരിമാരാണെന്നുമാണ് അവർ വിശ്വസിച്ചിരുന്നത്. സ്കൂളിൽ പോകാത്ത അവർ 24 മണിക്കൂറും K-pop, കൊറിയൻ ഡ്രാമകൾ എന്നിവയിൽ മുഴുകിയിരുന്നു. വീട്ടുകാർ അവരുടെ മൊബൈൽ ഫോൺ വാങ്ങിവെക്കുകയും അവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് ഇല്ലാതാക്കുകയും ചെയ്തതാണ് പെട്ടെന്നുള്ള പ്രകോപനത്തിന് കാരണമായത്. ഡിജിറ്റൽ ലോകത്തെ തങ്ങളുടെ സ്വത്ത് നഷ്ടപ്പെട്ടു എന്ന തോന്നൽ അവരെ ആത്മഹത്യയിലേക്ക് നയിച്ചു. ഈ സംഭവത്തിന് പിന്നിൽ കൊറിയൻ ലവ് ഗെയിം എന്നൊരു ചാലഞ്ച് ഉണ്ടെന്ന സംശയം തുടക്കം മുതലേ ഉണ്ടായിരുന്നു. ബ്ലൂ വെയിൽ ചാലഞ്ചിന് സമാനമായ 50 ദിവസങ്ങളിലായി പൂർത്തിയാക്കേണ്ട ടാസ്കുകൾ ഈ ഗെയിമിലും ഉണ്ടായിരുന്നുവെന്ന് പറയപ്പെടുന്നു. കൈകളിൽ മുറിവുണ്ടാക്കുക, രാത്രി മുഴുവൻ ഉറങ്ങാതെ കൊറിയൻ സിനിമകൾ കാണുക തുടങ്ങിയവയായിരുന്നു ഇതിലെ ടാസ്കുകൾ. ഇതിലെ അവസാനത്തെ ടാസ്ക് മരണമായിരുന്നുവെന്ന് ഫോറൻസിക് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. കുട്ടികൾ ഉപയോഗിച്ചിരുന്ന മൊബൈൽ ഫോൺ പോലീസ് ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കിയിരുന്നു. ഇതിൽ നിന്നും കുട്ടികൾക്ക് ഇൻസ്റ്റഗ്രാമിൽ 2000ഓളം ഫോളോവേഴ്സുള്ള ഒരു അക്കൗണ്ട് ഉണ്ടായിരുന്നുവെന്നും ഇതിൽ അവർ കൊറിയൻ വസ്ത്രങ്ങൾ ധരിച്ചും കൊറിയൻ ഗാനങ്ങൾക്ക് ചുവട് വെച്ചുമുള്ള വീഡിയോകൾ പങ്കുവച്ചിരുന്നുവെന്നും കണ്ടെത്തിയിട്ടുണ്ട്. ആത്മഹത്യക്ക് തൊട്ടു മുമ്പ് പിതാവ് ഈ അക്കൗണ്ട് നിർബന്ധപൂർവ്വം ഡിലീറ്റ് ചെയ്യിപ്പിച്ചിരുന്നു. ഇത് കുട്ടികളെ കടുത്ത മാനസിക സമ്മർദ്ദത്തിലാക്കി എന്നാണ് പോലീസ് പറയുന്നത്. കുട്ടികൾ എഴുതിയ 8 പേജുള്ള ഡയറി കുറിപ്പുകളും അന്വേഷണത്തിൽ വഴിത്തിരിവായി. ഞങ്ങൾ ഇന്ത്യക്കാരല്ല, കൊറിയക്കാരാണ് എന്ന് ഇവർ ഈ ഡയറിയിൽ ആവർത്തിച്ച് എഴുതിയിരുന്നു. തങ്ങളുടെ മാതാപിതാക്കളെ അവർ ഇന്ത്യക്കാർ എന്ന് മാത്രമാണ് അഭിസംബോധന ചെയ്തിരുന്നത്. കൊറിയയിലേക്ക് പോകാൻ കുട്ടികൾ പലതവണ ശ്രമിച്ചിരുന്നുവെന്നും അതിന് സാധിക്കാത്തതിലുള്ള നിരാശയും മരണത്തിന് കാരണമായിട്ടുണ്ടെന്നാണ് കുറിപ്പുകളിൽ നിന്നും വ്യക്തമാകുന്നത്. ആദ്യഘട്ടത്തിൽ കൊറിയൻ ലവ് ഗെയിം എന്നൊരു ആപ്പിനെ കുറിച്ച് സംശയമുണ്ടായിരുന്നെങ്കിലും പുതിയ കണ്ടെത്തലുകൾ പ്രകാരം പുറത്തു നിന്നുള്ള ഒരു ആപ്പിനേക്കാൾ ഉപരിയായി കുട്ടികൾക്കിടയിലുള്ള ചില സീക്രട്ട് ഗ്രൂപ്പുകൾ വഴി ലഭിച്ച നിർദ്ദേശങ്ങളാണോ അവർ പിന്തുടർന്നത് എന്ന് പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഇൻസ്റ്റഗ്രാമിലെ ചില വിദേശ അക്കൗണ്ടുകളുമായി ഇവർ നിരന്തരം ആശയവിനിമയം നടത്തിയിരുന്നതായും സൂചനയുണ്ട്. കുട്ടികളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ പരിശോധിച്ചതിൽ നിന്ന് ഇവർ ചില പ്രത്യേക ഇന്റർനാഷണൽ ഗ്രൂപ്പുകളിൽ അംഗമായിരുന്നു എന്നും കണ്ടെത്തിയിട്ടുണ്ട്. പുറത്തു നിന്നുള്ളവർക്ക് പെട്ടെന്ന് പ്രവേശിക്കാൻ കഴിയാത്ത ടെലഗ്രാം, ഡിസ്കോഡ് ഗ്രൂപ്പുകളിൽ ഇവർ സജീവമായിരുന്നു. ഇത്തരം ഗ്രൂപ്പുകളിൽ കൊറിയൻ സംസ്കാരത്തെ ഒരു മതം പോലെ ആരാധിക്കാൻ കുട്ടികളെ പ്രേരിപ്പിക്കുന്നുണ്ട്. യഥാർത്ഥ ലോകം നരകമാണെന്നും കൊറിയയാണ് സ്വർഗമെന്നും അവിടെ എത്താൻ ചില ത്യാഗങ്ങൾ ചെയ്യണമെന്നും ഇവർ വിശ്വസിച്ചിരുന്നു. കുട്ടികൾ ഡയറിയിൽ ഉപയോഗിച്ചിരുന്ന ചില വാക്കുകൾ ഇത്തരം ഓൺലൈൻ ഗ്രൂപ്പുകളിൽ മാത്രം ഉപയോഗിക്കുന്ന കോഡ് വേർഡുകളാണെന്ന് സൈബർ വിദഗ്ധർ സംശയിക്കുന്നുണ്ട്. ഈ ഗ്രൂപ്പുകളിൽ നിന്ന് കുട്ടികൾ ചില ടാസ്കുകൾ സ്വയം ഏറ്റെടുത്തിരുന്നു എന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. രാത്രി മുഴുവൻ കൊറിയൻ കണ്ടന്റുകൾ കാണുകയും പകൽ ഉറങ്ങുകയും ചെയ്യുന്ന രീതിയായിരുന്നു അവർ സ്വീകരിച്ചിരുന്നത്. കൊറിയൻ മോഡലുകളെ പോലെയാകാൻ കടുത്ത രീതിയിലുള്ള ഡയറ്റുകൾ ഇവർ പിന്തുടർന്നിരുന്നു. ഇതും കുട്ടികളുടെ മാനസിക നിലയെ തകരാറിലാക്കിയെന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. കുട്ടികളുടെ കുടുംബ സാഹചര്യവും അന്വേഷണ പരിധിയിലാണ്. കഴിഞ്ഞ 3 വർഷമായി കുട്ടികൾ വീടിന് പുറത്തിറങ്ങുകയോ മറ്റു കുട്ടികളുമായി ഇടപഴകുകയോ ചെയ്തിട്ടില്ലെന്നാണ് അയൽവാസികൾ മൊഴി നൽകിയിട്ടുള്ളത്. ഈ സാമൂഹിക ഒറ്റപ്പെടൽ അവരെ ഇന്റർനെറ്റിന്റെ ലോകത്തേക്ക് കൂടുതൽ അടുപ്പിച്ചിട്ടുണ്ടെന്നും കരുതുന്നു. കുട്ടികളുടെ പിതാവിന് വലിയ സാമ്പത്തിക ബാധ്യതകൾ ഉണ്ടായിരുന്നതായും ഇത് വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നതായും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. സംഭവത്തെ തുടർന്ന് ഗാസിയാബാദ് പോലീസ് മെറ്റയ്ക്ക് കത്തയച്ചിട്ടുണ്ട്. കുട്ടികൾ ആരുമായാണ് ബന്ധപ്പെട്ടിരുന്നത് എന്നതിന്റെ പൂർണ്ണ രൂപം ലഭ്യമാക്കാൻ പോലീസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഏതെങ്കിലും വിദേശ ഗ്രൂപ്പുകൾ കുട്ടികളെ ലക്ഷ്യം വെക്കുന്നുണ്ടോ എന്ന് അന്വേഷിക്കാൻ പ്രത്യേക സൈബർ സെല്ലിനെയും ചുമതലപ്പെടുത്തി. ക്രിമിനൽ ഗൂഢാലോചനയേക്കാൾ ഉപരിയായി ഡിജിറ്റൽ കൾട്ട് സ്വാധീനത്തിലകപ്പെട്ട കൗമാരക്കാരുടെ ദുരന്തമായാണ് പോലീസ് നിലവിൽ ഈ കേസിനെ വിലയിരുത്തുന്നത്.